അലാദിനിൽ നിന്ന് ഭൂതത്തിന്റെ വിളക്ക് സ്വന്തമാക്കിയ വില്ലനായ ജാഫർ സുൽത്താനാകാനും ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദിയാകാനുമുള്ള വരം സ്വന്തമാക്കുന്നു. ഇത് കാണുന്ന അലാദിൻ ജാഫറിനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു, നീ ലോകത്തിലെ എത്ര വലിയ ശക്തനായാലും നിന്റെ മുകളിലാണ് ഭൂതം, നിനക്ക് വരം തന്നതുപോലും ഭൂതമാണ്. ഇത് കേട്ട് ദേഷ്യം കീറിയ ജാഫർ മൂന്നാമത്തെ വരം ചോദിക്കുന്നു, എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായ ഭൂതമായി മാറണം. അങ്ങനെ ഭൂതം അവന് ആ വരവും കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ജാഫറിനെ അലാദിൻ പരിഹസിച്ചത് ഒരു വലിയ തന്ത്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായ ഭൂതമായി മാറിയ ജാഫറിന്റെ മുന്നിൽ ഒരു വിളക്ക് പ്രത്യക്ഷപ്പെടുകയും ജാഫർ ആ വിളക്കിനകത്തോട്ട് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് ജാഫർ ഇനി മുതൽ അടിമയാണ്, ആ വിളക്ക് സ്വന്തമാക്കുന്നവന്റെ അടിമ. അങ്ങനെ ജാഫർ എന്ന വില്ലൻ ഇല്ലാതാകുന്നു. ഭൂതത്തിന്റെ വിളക്ക് വീണ്ടും സ്വന്തമാക്കിയ അലാദീന്റെ അടുത്ത് ഭൂതം ചോദിക്കുന്നു, നിന്റെ മൂന്നാമത്തെ വരം നീ ഇതുവരെ ചോദിച്ചില്ല, അത് ചോദിക്കാൻ. അലാദിൻ ചോദിക്കുന്ന വരം കേട്ട് ഭൂതം പോലും അതിശയിക്കുന്നു. അലാദിൻ ചോദിച്ചത് ഇതാണ്, ഭൂതത്തിന്റെ സ്വാതന്ത്ര്യം. അങ്ങനെ ഭൂതം സ്വതന്ത്രനാകുന്നു. അങ്ങനെ ഭൂതം അലാദിന്റെ നല്ലൊരു സുഹൃത്തായി മാറുന്നു. അലാദിൻ രാജകുമാരിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.